ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണത്തിൻ്റെ 5 ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലാണ്. ഷോർട്ട് ഹെയർ സ്റ്റൈലാട്ടോ ചെയ്യുന്നത്. കാരണം എനിക്ക് ഷോർട്ട് ഹെയർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ഹെയറുമാണ്, കേളി ഹെയറുമാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള 5 ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹെയർ സ്റ്റൈലിലോട്ട് പോവുകയാണ്. ആദ്യത്തെ ഹെയർ സ്റ്റൈലിൽ നമുക്ക് വേണ്ടത് 4 സെക്കൻഡ് ഇങ്ങനത്തെ കുഞ്ഞ് പിന്നില്ലേ, എയർ പിന്ന്, നമ്മൾ എന്താ പറയുക, മുല്ലപ്പൂവിനൊക്കെ ചൂടുന്ന പിന്ന്, അങ്ങനത്തെ 4 പിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ചെറിയ ക്രാപ്പ് മതി. നിങ്ങൾക്ക് ക്ലിപ്പാണെങ്കിലും കുഞ്ഞ് ക്ലിപ്പാണെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഹെയർ സ്റ്റൈലിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ മുടി ഇങ്ങനെ 2 സൈഡിലേക്ക് ആക്കിയിട്ട് നടു ചെയ്യെടുക്കുക. ഞാൻ ഓൾറെഡി നടു ചെയ്യെടുത്തതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നില്ല. എൻ്റെ കേളി ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നന്നായിട്ട് നടു ചീകിയെടുക്കുക. ചീകിയെടുത്തതിന് ശേഷം 2 പാർട്ടീഷൻ ആക്കുക. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അത് ഇങ്ങോട്ട് എടുത്തിട്ട്, എൻ്റെ മുടി കേളി ഹെയർ ആയതുകൊണ്ട് എപ്പോഴും എന്താ പറയുക, ഭയങ്കര തിക്കായിട്ടിരിക്കും. ഇങ്ങനെ നമുക്കൊന്ന് വൃത്തിയിൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം, നന്നായിട്ട് പിരിക്കുക. കണ്ടോ? എന്നിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഹെയർ ക്ലിപ്പുകളില്ലേ, 2 ക്ലിപ്പുകളും നമുക്കിവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് സൈഡിൽ നിന്ന് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ചീകിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വകച്ചിലെടുത്തിട്ട് നന്നായിട്ട് മുകളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഓവർ ടൈറ്റ് ആക്കിയിട്ട് പിരിക്കണമെന്നില്ല, ഓവർ ടൈറ്റ് ആക്കാതെ പിരിച്ചാൽ മതി. മുല്ലപ്പൂവൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ ഇതായിരിക്കും ബെറ്റർ. ഓവർ ടൈറ്റ് ആക്കിയാൽ നമുക്ക് ഭയങ്കര, അവിടെ നമ്മൾ 2 ഹെയർ പിൻ സെറ്റ് ചെയ്യാം. ഓക്കെ, മുടി പുറകോട്ടിടുക. നമ്മൾ നേരത്തെ എടുത്ത കുഞ്ഞ് ക്രാബില്ലേ, ആ ക്രാബ് നമുക്കിവിടെ വെച്ച് കൊടുത്തതിന് ശേഷം മുടി ഒന്ന് വൃത്തിയിൽ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മുല്ലപ്പൂ വയ്ക്കണമെങ്കിൽ മുല്ലപ്പൂ വയ്ക്കാം. ഇപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ. ഇത് നോർമൽ ഹെയർ സ്റ്റൈലാണ്. നമ്മൾ സാധാ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ദാവടിക്കോ പട്ടുപാവാടിക്കോ സെറ്റ് സാരിക്കോ എന്തിൻ്റെ കൂടെ നമുക്ക് മാച്ചായിട്ട് ഇങ്ങനെ ഹെയർ ചെയ്യാം. കണ്ടില്ലേ, നല്ല വൃത്തിയിൽ 2 സൈഡിൽ നിന്ന് വരച്ചിട്ടെടുത്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ നമ്മൾ നടു ചെയ്യുന്നതിന് പകരം സൈഡ് ചെയ്യെടുക്കുക. സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് 2 ഭാഗത്തേക്കും മുടി നന്നായിട്ട് ചെയ്യുക. സൗണ്ട് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 2 സൈഡിലേക്ക് നന്നായിട്ട് ചീകിയെടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. എൻ്റെ ചുരുളം മുടി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ചീകിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വലിയ പല്ലുള്ള ചീപ്പ് യൂസ് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ കേളി ഹെയർ ആണെങ്കിൽ കുറച്ച് വലിയ പല്ലുള്ള ചീപ്പൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ സുഖമായിരിക്കും. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ പിന്നിയിടില്ല, മുടി പിന്നിടാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ മുടി ഒന്ന് പിന്നിയിടുക. ജസ്റ്റ് മുന്നോട്ടൊന്ന് പിന്നിയിട്ട് കൊടുത്താൽ മതി. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒക്കെ ഹെയർ എങ്ങനെയാണ് നോക്കുന്നതെന്ന് മാത്രമല്ലേ നോക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ 2-3 പ്രാവശ്യം പിന്നിയിട്ട് കൊടുത്തിട്ട് നമുക്കൊരു കുഞ്ഞ് ക്ലിപ്പോ, അല്ലെങ്കിൽ ക്ലിപ്പ് വേണമെന്നില്ല, നമ്മുടെ മുടി കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കെട്ടില്ലേ, നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മുടി കൊണ്ട് ഇങ്ങനെ, അതിനെന്താ പറയുക എനിക്കറിയില്ല, ഇങ്ങനെ ചുറ്റി കെട്ടി കൊടുക്കുക. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുറ്റി കെട്ടി കൊടുത്തിട്ട് നമ്മളെ 2 ഭാഗത്തു നിന്നുള്ള മുടി കുറച്ചൊന്ന് എന്താ പറയുക, ഒന്ന് ലൂസാക്കി കൊടുക്കുക, ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഉള്ളുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. മുടി നന്നായിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ, നമ്മളിപ്പോൾ സൈഡിലല്ലേ ചെയ്തത്, ഇനി നമുക്ക് ഒന്നും കൂടെ നടുവിൽ തന്നെ വകച്ചിലെടുക്കാം. നടുവിൽ വകച്ചിലെടുത്ത് ഇതിന് ഇങ്ങനെ ഈ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുന്നതിനാണ് കേട്ടോ വകച്ചിലെന്ന് പറയുക. ഇങ്ങോട്ടൊക്കെ അങ്ങനെ പറയാറ്. അപ്പോൾ അങ്ങനെ 2 സൈഡിലേക്ക് അങ്ങനെ എടുത്തിട്ട് നമ്മളെന്താ ചെയ്യുക, ഇവിടുന്ന് നമ്മൾ സെൻറ്റർ പോർഷനിൽ നിന്ന്, അതായത് നമ്മളൊരു സൈഡിലേക്ക് എടുത്തിട്ട് കുഞ്ഞി കുറച്ച് മുടി എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. എൻ്റെ കേളി ഹെയർ ആയതുകൊണ്ട് ചുരുട്ടിയാലൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പം നല്ലൊരു നൈസ് ഹെയർ അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ഹെയറൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ആ പിടിച്ച് വെച്ചതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ എൻ്റെ കേളി ഹെയർ ഒന്നും എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്കുക. പിന്നെ അത് നമ്മളവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം വേറെ കുറച്ച് മുടിയോടെ എടുത്തിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പിരിച്ചിട്ട് അതിൻ്റെ കൂടെ സെക്യൂർ ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നമ്മൾ എൻ്റെ മുടി 3 ലെയർ അങ്ങനെ എടുത്തുള്ളൂ ഞാൻ. അവിടെ അത്രയും ഉള്ളു കുറവാണ് എൻ്റെ മുടിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും നമ്മൾ 3 ലെയറാണ് എടുത്തത്. അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് അത്രയും ലെയർ എടുത്തിട്ട് ഇങ്ങനെ ചുട്ടിയിട്ട് നമ്മൾ ബാക്കിൽ ഹെയർ പിന്ന് വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമുക്ക് മുല്ലപ്പൂവൊക്കെ വെക്കുന്നത് നമ്മൾ മുടിയുടെ അടിയിൽ കൂടെ മുല്ലപ്പൂ വയ്ക്കുക, അല്ലെങ്കിൽ മുകളിലായിട്ടും വെക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ടെമ്പിൾ ലുക്കിലേക്ക് വേണ്ട ഒരു 5 ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലാണ് ഞാൻ ട്രൈ ചെയ്തത്. നിങ്ങളും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈലിലോട്ട് പോവാം. ഇനി നമ്മുടെ 4ാമത്തെ ഹെയർ സ്റ്റൈലാണ്. 4ാമത്തെ ഹെയർ സ്റ്റൈലിനായിട്ട് മുടി നേരത്തെ ഒന്നും കൂടി ചെയ്യുക. എൻ്റെ മുടി എപ്പോഴും ഇങ്ങനെ ചീകിയെടുക്കുന്നു, കാരണം പെട്ടെന്ന് ചിക്ക് കൊടുക്കും എൻ്റെ മുടിക്ക്. ചിക്ക് വെച്ചാൽ ഇങ്ങനെ കുടുക്കായി പോവാന്നൊക്കെ പറയില്ല, നമ്മുടെ മുടി ഇങ്ങനെ കെട്ടിപ്പോവുക, അങ്ങനെ കെട്ടിപ്പോവും. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. 4ാമത്തെ ഹെയർ സ്റ്റൈൽ വളരെ എളുപ്പമാണ്. 2 സൈഡിൽ നിന്നും മുന്നോട്ട് മുടിയെടുത്തിട്ട് നമ്മൾ ബാക്കോട്ട് ജസ്റ്റ് നമ്മൾ പഫൊക്കെ ചെയ്യില്ലേ, അതുപോലെ ജസ്റ്റ് ബാക്കോട്ട് കുടുക്കി ഒരു ക്ലിപ്പ് ഇട്ട് വയ്ക്കുന്നേ ഉള്ളൂ. അത് വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്, ആർക്കും ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇതേപോലെ മുടി നടുവിൽ വകച്ചിലെടുത്തിട്ട് 2 സൈഡിലേക്കിട്ട് ചീകി കുറച്ച് മുടി മുന്നോട്ടെടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. കുറച്ച് മുടി മുന്നോട്ടെടുത്തിട്ട് ബാക്കോട്ടാക്കിയിട്ട് ഒരു ചെറിയ ക്ലിപ്പ് കുത്തുക. അതിന് ശേഷം നന്നായിട്ട് ചീകി ഒതുക്കി വയ്ക്കുക. കേളി ഹെയർസ് ആണെങ്കിൽ ചീകി ഒതുക്കി വയ്ക്കുക. നമ്മൾ മുടി എത്ര ചീകിയാലും ഒതുങ്ങി നിൽക്കത്തില്ല, അങ്ങനത്തെ ഒരു മുടിയാണ് എൻ്റെ മുടി. അതാണ് ഞാൻ വീഡിയോയിൽ ചീകുന്നുണ്ട്, അപ്പോൾ നിങ്ങളും അതുപോലെ നന്നായിട്ട് ചീകി വെക്കുക. അപ്പോൾ ഈ ഹെയർ സ്റ്റൈലും കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ 4ാമത്തെ ഹെയർ സ്റ്റൈലാണിത്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഓക്കെ, അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റിലത്തെ 5ാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹെയർ സ്റ്റൈലാണ്. നമ്മൾ നന്നായിട്ട് മുടി ചീകി കൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടി ചീകി കൊടുക്കുക. നടുവിൽ വകച്ചിലെടുക്കുക. വകച്ചിലെടുത്തതിന് ശേഷം 2 സൈഡിലോട്ടും ചീകി കൊടുക്കുക. നന്നായിട്ട് ചീകി കൊടുക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ചീകി കൊടുത്തതിന് ശേഷം കുറച്ച് മുടി വീഡിയോയിൽ കാണിക്കുന്നില്ലേ, അതുപോലെ 2 സൈഡ് ചീകി കൊടുത്തതിന് ശേഷം നമ്മുടെ കുറച്ച് മുടി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് 2 സൈഡിലേക്കും ഇതുപോലെ എടുത്തു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ബാക്കിൽ നിന്നായിട്ട് കുറച്ചുകൂടെ മുടി കൂടെ എടുത്തിട്ട് മുന്നിലത്തെ മുടി ബാക്കിലെ മുടിയുടെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് പിൻ ചെയ്യുക. മനസ്സിലായി? വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെ എടുത്തിട്ട് പിൻ ചെയ്യുക. നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ അമ്പലത്തിലേക്കൊക്കെ പോകുന്നൊരു ലുക്ക് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അത് ആ ലുക്കാണ് ഞാൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ മുടിയും ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ആദ്യം കുറച്ച് മുന്നിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് അതേപോലെ തന്നെ കുറച്ച് പുറകിലായിട്ട് കുറച്ചുകൂടെ എടുത്തിട്ട് അതിനുള്ളിൽ കൂടെ ബാക്കോട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കുറച്ച് എടുത്താൽ മതി. അതെന്നിട്ട് ഈ മുടി നമ്മൾ അതിനടിയിൽ കൂടിയാണ് സെക്യൂർ ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ പുറകിൽ ഒരു ക്ലിപ്പ് കുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ ഹെയർ പിന്ന് നമ്മൾ പുറകിൽ കുത്തി വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഈ മുടി നന്നായിട്ട് ചീകിയിട്ട് അതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ മുടി ഈ ചുരുണ്ട മുടി ആയതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാവത്തില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. നന്നായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുടി മുന്നോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ അങ്ങനെ എന്തോ ആണ് അതിപ്പോൾ കുടുംബകെട്ട് അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് പറയുക. എനിക്കെന്താ പറയാമെന്നറിയില്ല. നമ്മുടെ മുടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കെട്ടി കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവിടെ ഒരു തുളസി കതിരൊക്കെ വേണമെങ്കിൽ വെക്കാം. എനിക്കിപ്പോൾ തുളസി കതിരൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നമുക്കങ്ങനെ അമ്പലത്തിലൊക്കെ പോവാം. ഇത് 5 ഡിഫറെൻറ്റ് ടെമ്പിൾ ലുക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത്ര മോഡൽ ഹെയർ സ്റ്റൈലൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ കേളി ഹെയർ ആയതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം നല്ല എന്താ പറയുക, നല്ല നൈസ് ഹെയർ, സ്മൂത്ത് ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് കെട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ടെമ്പിൾ ലുക്കിലൊക്കെ പോകാൻ പറ്റിയ 5 ഹെയർ സ്റ്റൈലാണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5 ഹെയർ സ്റ്റൈൽ. നമ്മുടെ ഹെയർ സ്റ്റൈൽ 5 ഇഷ്ടമായവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, കൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിലേത് ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കൂടെ സപ്പോർട്ട് ഉണ്ടാവണം. ഓണം ഇങ്ങെത്തി. അപ്പോൾ എന്തായാലും ഹെയർ സ്റ്റൈലും സെറ്റ് സാരിയും സെറ്റും മുണ്ടും പാവാടിയും ഒക്കെ ഒന്നും കൂടെ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഈ കുഞ്ഞു 5 ഹെയർ സ്റ്റൈലും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ.